ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു മനോഹരമായ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററുമാണ് വരുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ എല്ലാ പണികളും ചെയ്തിരിക്കുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 6 മീറ്ററോളം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും GI ട്യൂബും LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 വലിയ SUV കാറുകൾ നമുക്ക് ഈ വീട്ടുമുറ്റത്ത് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പകല്ലുകളാണ് വീട്ടുമുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഒരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് നല്ല മനോഹരമായ ഒരു എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന വാട്ടർ സോഴ്സുകൾ കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനുമാണ്. കൃത്യമായി വാസ്തുപരമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2-3 ആളുകൾക്കൊക്കെ ഇവിടെ ചേറിട്ടിരിക്കാൻ മാത്രം സൗകര്യത്തിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 2 പാളികളായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മോഡേൺ ലുക്കിലുള്ള ഒരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. വടക്ക് ദിക്കിലേക്ക് തന്നെയാണ് ഡോറിന്റെ ദർശനവും വരുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡും പാനൽ വർക്കുമെല്ലാം നൽകി മനോഹരമാക്കി തന്നെയാണ് വീടിന്റെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയ ബിൽഡർ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഷാൻലിയർ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒതുങ്ങി മാറി സ്റ്റെയർവേക്ക് താഴെയായിട്ടാണ് ഇവിടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് ബാക്ക്ഗ്രൗണ്ടിലായി മുഴുവനായി തന്നെ പാനലിംഗ് വർക്ക് കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡ് വരുന്ന നല്ല മനോഹരമായൊരു കളർ തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മെയിൻ കിച്ചണും ഒരു സെക്കൻഡ് കിച്ചണും വരുന്ന രീതിയിൽ കിച്ചൺ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് അടുക്കള കൊടുത്തിരിക്കുന്നത്. താഴെ മുകളിലുമായി ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ കിച്ചണിൽ കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് നമുക്കിവിടെ കാണാം. വുഡൻ ഫിനിഷൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. പ്രീമിയം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും അത്ര തന്നെ വീതിയും വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും. 3 പാളികളുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് മുകളിലായി നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്.
ഒന്നാം നിലയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂവും കാണാം. വലിയൊരു ഷാൻലിയറും LED പ്രൊഫൈലേറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒരു TV യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ബിൽഡർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും അതുകൂടാതെ ഒരു വാഷ് കൗണ്ടർ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ഡോർ ഓപ്പണിംഗ് നമുക്ക് കാണാം. ഏകദേശം 2 അടി നീളവും 10 അടി വീതിയും വരുന്നൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം 12 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. പ്രൊഫൈലേറ്റ് കൊടുത്തുകൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. എല്ലാ റൂമിലെയും പോലെ തന്നെ ഇവിടെയും 3 പാളികളുള്ള വാർഡ്രോബ് ബിൽഡർ നൽകിയിട്ടുണ്ട്. വളരെ മിനിമലായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഈ വീട്ടിൽ വരുന്ന 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മെയിൻ ബാൽക്കണി തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 അടിയോളം നീളം വരുന്ന വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സീലിംഗ് മുഴുവനായി തന്നെ നല്ല പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടഫൻഡ് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പും കൊടുത്താണ് ഹാൻഡിൽ നിർമ്മിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.